30,000-ന് മുകളിൽ കയറി കഴിഞ്ഞപ്പോൾ മനസ്സിൽ ലഡ്ഡുകളുടെ പൊട്ടലുകളായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി ഒരു രാഷ്ട്രീയ നേതാവ് ഭരിക്കാൻ തീരുമാനിച്ചാൽ അതെങ്ങനെയായിരിക്കും എന്ന് ഉദാഹരണം ഇനി സുരേഷ് ഗോപി ഇവിടെ ഒരു ട്രെൻഡ് സെറ്റർ ആവും, ഇവിടെ ഒരു മാതൃകയായിരിക്കും. ഒരു അവസരത്തിൽ ഇത്രയും വലിയൊരു സന്തോഷാഭിമാനം വേറെ ഈ കേരളത്തിൽ ആർക്കുണ്ട്? ഇത്രയും വൻ ഭൂരിപക്ഷത്തോടെ താമര വിരിയില്ല കുളത്തിലെ താമര വിരിയൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ മുന്നിലേക്ക് 100,000-നടുത്ത് ഭൂരിപക്ഷം കൊണ്ടുവച്ചതിൽ വലിയ അഭിമാനം കേരളത്തിൽ മറ്റേത് സ്ഥാനാർത്ഥിക്കും ഏത് നാട്ടുകാർക്കുണ്ട്. ഇത്ര ഒരു ഭൂരിപക്ഷം നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു? സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് പ്രതീക്ഷിച്ചത്. കാരണം ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ഇവിടെ ഒരു ഫാഷനായി ഞാൻ സുരേഷ് ഗോപിക്കേട്ട കുത്തിയെ എന്ന് പറയുന്ന ആൾക്കാരുടെ ഒരു ട്രെൻഡ് ഇവിടെ ഒരു സെറ്റിംഗ് ആയിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞൊരു 2 ആഴ്ചയ്ക്ക് ആ ട്രെൻഡ് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ സുരേഷ് ഗോപിക്ക് കുത്തി എന്ന അഭിമാനത്തോടെ തുറന്നു പറയുന്ന കുറേ ആൾക്കാരെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിരുന്നു ഈ ഇലക്ഷനിൽ ഒരു മാജിക് സംഭവിക്കുമെന്ന്. ഇത്രയും ഭീകരമായി സംഭവിക്കുമെന്ന് വെച്ചാൽ പ്രതീക്ഷിച്ചിരുന്നു. വളരെയധികം സന്തോഷം. ഇത് തൃശ്ശൂരിലെ സ്ത്രീകളുടെ തീരുമാനമാണ്. സ്ത്രീകൾ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ നിലപാടെടുക്കുന്നതെന്ന് എൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ തൃശ്ശൂരിൽ കിട്ടിയ ഈ വൻ ഭൂരിപക്ഷം ചേരുന്ന വിജയം. ഒരു ഫാമിലിയിൽ ഒരു സ്ത്രീയെങ്കിലും സുരേഷേട്ടന് കുത്തിയതായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒരു ഫാമിലിയിൽ ഒരു സ്ത്രീ എന്നല്ല, ഉള്ള സ്ത്രീകൾ മുഴുവൻ സുരേഷേണ്ണ വോട്ട് ചെയ്തിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ നമ്മൾ പല വീടുകളിൽ നിന്ന് റിസൾട്ട് അങ്ങനെയാണ് നമ്മൾ കേട്ടത്. ഞങ്ങൾ സുരേഷേണ്ണ ചെയ്തിട്ടുണ്ട് ട്ടോ എന്ന് പറയുന്ന ആ ഒരു സന്തോഷവും അവരുടെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അഭിമാനമാണ് തോന്നുന്നത്. തൃശ്ശൂരുകാരോട് എല്ലാവരോടും ഞങ്ങൾക്ക് നന്ദിയാണ് പറയാനുള്ളത്. അത്രയധികം സന്തോഷമുണ്ട് സുരേഷേണ്ണ ജയിപ്പിച്ചതിൽ. ചില കിംവദന്തികളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ, മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എത്രമാത്രം വിശ്വസിക്കുന്നുണ്ട്? ഇത് സത്യം പറഞ്ഞാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ വിജയമല്ല. ഇത് സത്യത്തിൽ ഞങ്ങൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ വിജയമാണെങ്കിൽ ഇതിങ്ങനെ സംഭവിക്കുകയല്ല. അല്ല, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്ലാനിങ് ആയിരുന്നു ഇതിങ്ങനെ സംഭവിക്കുകയല്ല ചെയ്തത്. കാരണം സുരേഷ് ഗോപി നിന്ന ഉടനെ സുനിൽകുമാറും മുരളീധരനെയും മാറ്റിക്കൊണ്ടുവന്ന് നിർത്തിയത് ശക്തമായ ത്രികോണ മത്സരം, 3 പേരും ശക്തരായ സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത് സാധാരണ മനുഷ്യന്മാർക്ക് എങ്ങനെയാണ് ഒരു ഇലക്ഷൻ റിസൾട്ട് തിരിച്ചു മറിക്കാൻ ആവുക എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സുരേഷ് ഗോപിയുടെ വിജയം. ഇനി ഏതൊരു തെരഞ്ഞെടുപ്പിലും ഏതൊരു മനുഷ്യനും വ്യക്തമായിട്ട് തീരുമാനിക്കാം. സാധാരണ മനുഷ്യൻ വിചാരിച്ചാൽ, നിഷ്പക്ഷരായ മനുഷ്യർ വിചാരിച്ചാൽ ഈ നാട്ടിൽ എന്ത് സംഭവിക്കും, എങ്ങനെ തിരിമറികൾ നടക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് തൃശ്ശൂരിൽ നടന്ന ഈ ഇലക്ഷൻ്റെ റിസൾട്ട്. തൃശ്ശൂരിലെ ഈ ഒരു വിജയം, പാർട്ടിയുടെ ഈ ഒരു വിജയം അടുത്ത 2 വർഷത്തിൽ മറ്റു ജില്ലകളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയാണ് ഒരുപാട്. കാരണം ഒരു താമര വിരിഞ്ഞത്, സുരേഷ് ഗോപി എന്ന താമര വിരിഞ്ഞത് വലിയൊരു താമരക്കാലത്തിൻ്റെ സൂചനയാണ്. കാരണം സുരേഷ് ഗോപി കാണിച്ചു തരും ഇനി കേരളത്തിന് എങ്ങനെയാണ് അധികാരങ്ങൾ വിനിയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഭരിക്കേണ്ടത്. ഒരു മനുഷ്യൻ ജനങ്ങൾക്ക് വേണ്ടി ഒരു രാഷ്ട്രീയ നേതാവ് ഭരിക്കാൻ തീരുമാനിച്ചാൽ അതെങ്ങനെയായിരിക്കും എന്ന് ഉദാഹരണം ഇനി സുരേഷ് ഗോപി ഇവിടെ ഒരു ട്രെൻഡ് സെറ്റർ ആവും, ഇവിടെ ഒരു മാതൃകയായിരിക്കും. എല്ലാ സ്ഥലത്തേക്കും ഓടിയെത്തുന്ന ഒരു വ്യക്തിത്വം എന്ന രീതിയിൽ സുരേഷ് ഗോപി സാറ് ഭയങ്കര ഒരു ഫേമസ് ആണ്. ഓക്കെ, അപ്പോൾ ഇനിയൊരു അതേ രീതിയിലുള്ള പ്രവർത്തനം ഇവിടെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല? സുരേഷ് ഗോപി ശരിക്കും പറഞ്ഞാൽ ഈ കഴിഞ്ഞ 2 തോൽവികൾക്ക് ശേഷവും പ്രവർത്തിച്ച് തെളിയിച്ചിട്ടാണ് ഞങ്ങളോട് വോട്ട് ചോദിച്ചിരിക്കുന്നത്. തൃശ്ശൂർകാർക്ക് എല്ലാം കൊടുക്കാനുള്ളത് കൊടുത്തിട്ടാണ് വോട്ട്. ഞാൻ ചെയ്യാമെന്നല്ല അദ്ദേഹം പറഞ്ഞത്, ഞാൻ ചെയ്തിരിക്കുന്നു എന്നാണ്. അത് തന്നെ ഒരു രാഷ്ട്രീയക്കാരനിൽ കാണേണ്ട ഏറ്റവും വലിയൊരു ഒരു ക്വാളിറ്റിയാണ്. ശരിക്കും അങ്ങനെ ആയിരിക്കണം രാഷ്ട്രീയം, അങ്ങനെ ആയിരിക്കണം ഇനി മുതൽ രാഷ്ട്രീയക്കാർ. അതുകൊണ്ട് ഞങ്ങൾ തൃശ്ശൂർകാർക്ക് ഇന്നൊരു നാഥനുണ്ട്. അത് അദ്ദേഹം വാഗ്ദാനം ചെയ്തത് പ്രകാരം അത് തൃശ്ശൂരിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ മൊത്തം നാഥനാണ്. ഈ ഒരു വിജയം എങ്ങനെയാണ് ആഘോഷിക്കാൻ തീരുമാനിച്ചത്? ആഘോഷിക്കാനായിട്ട് പറയാൻ സത്യം പറഞ്ഞാൽ വാക്കുകളില്ല. ഒരുപാട് സന്തോഷമുണ്ട്. ഫസ്റ്റിൽ തന്നെ ഞാൻ താങ്ക്സ് പറയുന്നത്. ഇത് നെഗറ്റീവ് ഇമ്പാക്റ്റും ചെയ്തിട്ട് അത് പോസിറ്റീവായിട്ട് വരും. എന്താ പറയുക, അത് സുരേഷ് ചേട്ടന് ഒരുപാട് ഗുണങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ആ റിപ്പോർട്ടറിനെതിരെ വന്നിട്ടുള്ള ഒരു ലേഡിക്കെതിരെ വന്നിട്ടുള്ള, പേരൊന്നും ഞാൻ പറയുന്നില്ല, ലേഡിക്കെതിരെ വന്നിട്ടുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മുടെ ഓക്കെ, ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ അതിന് എനിക്ക് വയ്യ. അവർക്കൊന്നും ഉളുപ്പില്ലാത്ത ജാതികളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വയ്യ പേര് പറയാൻ. ഓക്കെ, പിന്നെ കിരീടത്തിൻ്റെ കേസ്, അങ്ങനെ ഒരുപാട് താറടിച്ച് കാണിക്കാനായിട്ട് സുരേഷ് ചേട്ടനെ ഇവിടെ ശ്രമിച്ചു. പക്ഷേ അതെല്ലാം നമുക്ക് അപ്പോഴും എനിക്ക് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു നിലയ്ക്ക് എനിക്ക് ഒരുപാട് ട്രോളുകൾ കിട്ടിയിട്ടുണ്ട്. പേഴ്സണലായിട്ടും അല്ലാതെയും ഇൻബോക്സിലും ഒക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ എനിക്കൊരു നല്ല ഒരു ഉറപ്പുണ്ടായിരുന്നു, ജൂൺ 4-ാം തീയതി അതിനുള്ള ഒരു പ്രതികാരം ഞാൻ തീർക്കും എന്നുള്ളത്, സോഷ്യൽ മീഡിയ കൂടെ എന്നെ തീർക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ട് ഞാനിവിടെ ജയം ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ വീട്ടിലിരുന്ന് കാണേണ്ട ആളാണ്. 25,000-30,000 ലീഡാണ് നമ്മൾ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ. നമ്മൾ ഇവിടെ വന്ന് 30,000-ന് മുകളിൽ കയറി കഴിഞ്ഞപ്പോൾ മനസ്സിൽ ലഡ്ഡുകളുടെ പൊട്ടലുകളായിരുന്നു. പിന്നെ എന്താ പറയുക, ഇനിയിപ്പം നാളെ സുരേഷ് ചേട്ടൻ വരും. സുരേഷ് ചേട്ടൻ വരുമ്പോൾ ബാക്കിയുള്ള ആഘോഷങ്ങൾ അങ്ങനെ. തൃശ്ശൂർ രക്ഷപ്പെട്ടു, അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇത്രയും നാളും ബാക്കിയുള്ളവർ കിട്ടുന്ന പൈസ മുഴുവനും പോക്കറ്റിലും വീട്ടിലും അവരുടെ സ്വന്തമായിട്ടുള്ള വികസനങ്ങൾ നടത്തിയിരുന്ന സമയത്ത് ഇനി തൊട്ട് തൃശ്ശൂർ ജയിക്കാൻ പോകുന്നേ ഉള്ളൂ. തൃശ്ശൂർ ഇനി എങ്ങനെ വികസിക്കും എന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ടറിയാം. ഇനി എന്നിട്ട് അത് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇനി വികസനം കൂടത്തേ ഉള്ളൂ, പറയാൻ പോകുന്നില്ല. ആഘോഷം എന്ന് പറയുമ്പോൾ നമുക്ക് കൂടെ എന്താ പറയുക, ഇനി എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇത് സ്ത്രീ ശക്തിയാണ്.
സ്ത്രീകളുടെ, അതായത് ജനുവരി 3-ാം തീയതി മോദിജി ഇവിടെ വന്നിട്ട് നാരീശക്തി എന്നുള്ളൊരു പരിപാടി തൃശ്ശൂരിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് അപ്പോൾ തന്നെ ഏറ്റവും വലിയൊരു ശക്തി അവിടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിൽ തന്നെ നമ്മൾ സുരേഷേട്ടൻ്റെ വിജയം ഉറപ്പിച്ചിട്ടുള്ളതാണ്. അതിൽ സ്ത്രീ ശക്തി എന്ന് പറഞ്ഞ് തന്നെ ലക്ഷക്കണക്കിന് സ്ത്രീകളായിരുന്നു അവിടെ വന്നിട്ടുള്ളത്. അതിൽ തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് ചെയ്യുന്ന അത്രയും പേര് ഇവിടെ ചെയ്തിരിക്കുന്നു. അപ്പോൾ അത്രയും സ്ത്രീകൾക്ക് ഒരുപാട് താങ്ക്സ്. പിന്നെ മറ്റുള്ള പാർട്ടിക്കാരും നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അവർക്ക് ഒരുപാട് താങ്ക്സ് പറയുന്നു. സുരേഷേട്ടൻ ജയിച്ചതിൽ ഒരുപാട് സന്തോഷം. 100% ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ട് തന്നെ ഇരുന്നുണ്ടായിരുന്നു. അപ്പം ജയിച്ചതിൽ വളരെ സന്തോഷം. പിന്നെ നമ്മുടെ സ്ത്രീകളുടെ കൂട്ടായ്മയാണ് ഈ വിജയത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം. ഇതിൻ്റെ ബാക്കി എന്നുള്ള രീതിയിൽ പറയാൻ നമുക്കിപ്പോൾ കോൺഗ്രസിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള നമ്മുടെ പത്മാജി, അത് ഏറ്റവും വലിയൊരു തെളിവാണ് നമുക്ക്. അപ്പോൾ പിന്നെ BJP എന്ന് അല്ലെങ്കിൽ നമ്മുടെ SG ടീം എന്ന് പറയുന്നത് തന്നെ വലിയൊരു മാറ്റത്തിൻ്റെ ഒരു തുടക്കമാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ താമര വിരിഞ്ഞിട്ടുള്ളത്. പലരും പറഞ്ഞിരുന്നു അക്കൗണ്ട് ബാങ്കിൽ ഓപ്പൺ ചെയ്യും എന്നുള്ളത്. നമ്മുടെ മുരളീധരനായാണ് പറഞ്ഞിട്ടുള്ളത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളത് തൃശ്ശൂർ മൊത്തമായിട്ട് ഓപ്പൺ ചെയ്തു. ഇനിയിപ്പോൾ നമുക്കൊരു ബാങ്ക് എന്നുള്ള രീതിയിൽ ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. പിന്നെ ആളെ സംബന്ധിച്ച് വ്യക്തി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അമ്മമാരായാലും ഇപ്പോൾ കന്യൂട്ട് ചെയ്യുന്നവർ പോലും ആ വ്യക്തി എന്നുള്ള രീതിയിലും ആളുടെ പ്രവർത്തനങ്ങളും കണ്ടിട്ടാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമുക്ക് വിജയസാധ്യത വന്നിട്ടുള്ളതും. ആ വ്യക്തിയുടെ ഒരു തൃശ്ശൂരിന് വേണ്ടിയിട്ടുള്ള പ്രയത്നം ഒക്കെ കൂടിയാണ്. ഇനി നമുക്ക് ഫ്യൂച്ചറിലേക്ക് അറിയാമല്ലോ, ഇനിയിപ്പോൾ നമുക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും ഇനി കണ്ട് തന്നെ പലരും പല ഗോസിപ്പുകളും പല രീതിയിലും ഡിഗ്രേഡ് ചെയ്യാൻ ആളെ SGനെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പലരും ശ്രമിച്ചു. പക്ഷേ അതിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേറ്റ് ആൾ വളരെയധികം കോൺഫിഡൻറ്റോട് കൂടി നിന്നു. അതിപ്പോൾ നമുക്ക് എല്ലാം വ്യക്തമായിട്ട്, ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ പള്ളിയിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ കിരീടത്തിൻ്റെ കാര്യം തന്നെ പറഞ്ഞിരുന്നു. അത് ചെമ്പ് എന്നുള്ള രീതിയിൽ പലതും പറഞ്ഞു. അപ്പോൾ ആ ഒരു രീതിയായാലും അതൊക്കെ തരണം ചെയ്ത ആളിവിടെ തന്നെ എത്തി. അത് അവരുടെ വലിയൊരു വിജയമാണ് എല്ലാവരുടെയും കൂട്ടായ്മ. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് മനസ്സിൽ തട്ടിയിട്ടുള്ളത് ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ പല അമ്മമാരും ചോദിക്കും ഞങ്ങളോട്, സുരേഷ് ഗോപി ജയിക്കില്ലേ മോളെ എന്ന് ചോദിക്കും. അത് അവർ നെഞ്ചത്ത് കൈവച്ച് ജയിക്കണം എന്നുള്ള അവരുടെ ആഗ്രഹത്തോടു കൂടി ഞാൻ ചോദിക്കുന്നു. ഒരുപാട് അമ്മമാർ അങ്ങനെ മാറിയിട്ടുണ്ട്. ഭർത്താക്കന്മാർ വേറെ പാർട്ടിയാണെങ്കിലും ആ പാർട്ടിയും ധൈര്യപൂർവ്വം തന്നെ ഒരു മാറ്റം അനിവാര്യമാണ് എന്ന് തന്നെ പറഞ്ഞിട്ട് അവർ ചങ്കൂറ്റത്തോടു കൂടി വോട്ട് ചെയ്ത, ഇത്രയും കാലഘട്ടത്തിനുള്ളിൽ ചങ്കൂറ്റത്തോടു കൂടി വോട്ട് ചെയ്ത ഒരു കാലഘട്ടം എന്ന് പറയാം. സുരേഷ് ഗോപിക്ക് വേണ്ടി അവർ വോട്ട് ചെയ്ത്, അത് ആ മനുഷ്യൻ്റെ നന്മ തന്നെയാണ് അവരെ അതിലേക്കൊക്കെ മാറ്റിയിട്ടുള്ളത്.